ഗോവയിൽ വിദേശ സഞ്ചാരികൾ വരാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ ഇഡലിയും സാമ്പാറും എന്നാണെന്ന് അവിടുത്തെ ഒരു BJP നേതാവ് പറയുന്നുണ്ട്. അതിലെന്താണ് യാഥാർത്ഥ്യം? കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മുടെ ഗോവയിലെ വിദേശ സഞ്ചാരികളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഗണ്യമായ കുറവുണ്ടായി തന്നെയാണ് പറയുന്നത്. അതിൻ്റെ ഉള്ള കാരണം അവിടുത്തെ ഗവൺമെന്റ്, കാരണം ഗോവയെ നമുക്ക് നന്നായിട്ട് അറിയാം, ഏറ്റവും കൂടുതൽ ടൂറിസം പരമായിട്ടുള്ള ഫണ്ട് കിട്ടുന്ന അല്ലെങ്കിൽ ടൂറിസത്തിന്റെ ഒരു സ്പോട്ട് തന്നെ എന്ന് പറയാം ഗോവയിൽ. നമ്മുടെ വിദേശ സഞ്ചാരികൾ എന്ന് മാത്രമല്ല, എല്ലാ ഭാഗത്തു നിന്നും ഗോവയിലേക്ക് ഒരു അട്രാക്ഷൻ ഉണ്ട്. എല്ലാവരും സഞ്ചരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഗോവയിലേക്ക്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ 2 വർഷത്തിന്റെ ഇടയ്ക്ക് അത്രത്തോളം ഒരു വിനോദസഞ്ചാരികളുടെ കുറവ് വന്നപ്പോൾ എല്ലാവരും സർക്കാരിന്റെ പ്രശ്നം കൊണ്ടാണ്, സർക്കാർ അത്രത്തോളം ഗോവയെ കെയർ ചെയ്യുന്നില്ല, ഗോവയിൽ വരുന്ന ആൾക്കാർ അത്ര സേഫ് അല്ലാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഗോവയിൽ പണ്ട് വന്നതിന്റെ അത്രത്തോളം ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ ഇല്ല എന്ന രീതിയിലാണ് റിപ്പോർട്ടുകളൊക്കെ വന്നത്, അല്ലെങ്കിൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു റിപ്പോർട്ടുകൾ വന്നത്. അപ്പോഴാണ് BJP MLA എന്ന് പറയുന്നത്, ഇതിൽ സർക്കാരിനെ മാത്രം വിമർശിച്ചത് കൊണ്ട് കാര്യമില്ല, അവിടെ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ കടകൾ അല്ലെങ്കിൽ വിദേശത്തു നിന്ന് വരുന്ന ആൾക്കാർക്ക് കഴിക്കാനായിട്ട് അവിടെ മറ്റ് അനധികൃതമായ കുറെ കടകൾ വന്നു കയറിയിട്ടുണ്ട്. അവിടേക്ക് ഇഡലിയും സാമ്പാറും ഉൾപ്പെടെ അല്ലെങ്കിൽ അവർക്ക് അട്രാക്റ്റീവ് അല്ലെങ്കിൽ അവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡുകളൊന്നും അവിടെ ഇല്ല. അതുകൊണ്ടാണ് കൂടുതൽ വിദേശ സഞ്ചാരികൾ ഇപ്പോൾ കുറയുന്നതെന്നാണ് പറയുന്നത്. ഇത് ഏത് രീതിയിലുള്ള അദ്ദേഹത്തിന്റെ അറിവാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഗോവ എന്ന് പറയുന്നത് നിരവധി കടകളാണെങ്കിലും നിരവധി വ്യവസായികപരമായിട്ടാണെങ്കിലും എല്ലാം കൊണ്ട് ഉയർന്നു നിൽക്കുന്ന, അല്ലെങ്കിൽ ഓരോ വർഷമാണെങ്കിലും കൂടുതൽ വ്യവസായിക മേഖലകൾ വരുന്നൊരു സ്ഥലം കൂടിയാണ് ഗോവ. കാരണം അത്രത്തോളം വിദേശത്ത് നിന്നാണ് എങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നാണെങ്കിലും ഒരു സീസൺ എത്തുമ്പോൾ ഗോവയിലേക്കുള്ള സഞ്ചാരം കൂടുതലാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മിക്ക ബീച്ചുകളിലുമാണ് ഈ വിനോദസഞ്ചാരികൾ കൂടുതലായിട്ടും ആകർഷിക്കുന്നത്. ഇനിയിപ്പോൾ എറണാകുളം ആണെങ്കിലും കോവളമാണെങ്കിലും. അപ്പൊ അവിടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. പലപ്പോഴും ഇവിടത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും കൃത്യമായ ഒരു സംരക്ഷണം നൽകുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പലയിടത്തു നിന്നും വന്നിട്ടുണ്ട്. നമ്മുടെ കൊച്ചിയിലുള്ള ഫോർട്ട് കൊച്ചി ബീച്ചിന്റെ ആണെങ്കിലും കോവളം ബീച്ചിന്റെ ആണെങ്കിലും അടുത്തിടയ്ക്ക് ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. കോവളം ബീച്ചിൽ ഒരു ടൈൽസ് പൊട്ടി ഒരു വിദേശ സഞ്ചാരിയുടെ തലമുറിഞ്ഞത്, അതേപോലെ തന്നെ നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ചിൽ കുമിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക്കുകൾ. കാരണം പണ്ട് ഒരു തവണ നമുക്ക് കേരളത്തിന് നാണക്കേടായ ഒരു കാര്യമായിരുന്നു, വിദേശ സഞ്ചാരികൾ വന്ന് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ പ്ലാസ്റ്റിക്കുകളൊക്കെ മാറ്റം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരന്ന് കുറെ ബോർഡുകളൊക്കെ വെച്ചു ഇത് വളരെ ക്ലീൻ ആക്കി ഇടണമെന്നുണ്ടെങ്കിൽ ഒരു തവണ അവർ ക്ലീൻ ചെയ്തിട്ട് പോയ സ്ഥലമായിരുന്നു ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത്. അവിടെയാണ് ഈ അടുത്തിടയ്ക്ക് വീണ്ടും ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ കാണുന്നത് വീണ്ടും വേസ്റ്റുകൾ കുമിഞ്ഞു കൂടിയിരിക്കുകയാണ്. അത് വിദേശ സഞ്ചാരികൾ കൊണ്ടിടുന്നതല്ല, സത്യത്തിൽ നമ്മുടെ ഇവിടെ നിന്നുള്ള ആൾക്കാരാണ് അവിടേക്ക് അതൊക്കെ കൊണ്ടിടുന്നത്. അപ്പൊ അത് ക്ലീൻ ചെയ്യാൻ പോലും ഉള്ള രീതിയിലേക്ക് നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ അത് ടൂറിസത്തിന്റെ ഭാഗത്തു നിന്നും അത്രത്തെ ക്ലീനിങ് ഒന്നും നടക്കുന്നില്ല. അതേപോലെ കോവളം ബീച്ചിനെ നമുക്കറിയാം, എത്രത്തോളം വിദേശികളാണ് അവിടേക്ക് വരുന്നത്, അല്ലെങ്കിൽ അത്ര ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ തലസ്ഥാനത്തേക്ക് വരുന്ന ഓരോ വിദേശിയും അല്ലെങ്കിൽ ഓരോ ആൾക്കാരും ഉറപ്പായിട്ടും കോവളത്ത് നിന്ന് പോയിട്ടേ പോകുന്ന രീതിയിലൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു സ്ഥലത്ത് തന്നെ മാർബിളും അല്ലെങ്കിൽ അതിന്റെ ടൈൽസും എല്ലാ കാര്യങ്ങളും പൊട്ടിക്കിടക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായി നടക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ഒരിക്കൽ വന്ന് പോയിട്ടുള്ള പല ആൾക്കാരും പറയുന്നുണ്ട്, പല വിദേശികളോടും ഒരു അഭിപ്രായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും എന്നുവെച്ചാൽ ഒരുപാട് അട്രാക്റ്റീവ് ആയിട്ട് പണ്ട് വന്നപ്പോൾ നല്ലതായിരുന്നു, അല്ലെങ്കിൽ ഇനി അവർക്ക് വരാൻ തോന്നുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള രീതിയാണ്, അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിന്റെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിന്റെ തന്നെ ഒരു വലിയ വരുമാനം ഈ ടൂറിസം മേഖലയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അത്രത്തോളം വരുമാനം കിട്ടുന്ന ഒരു സ്ഥലത്തെ സംരക്ഷിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. അതായത് നമുക്കറിയാം, നമ്മുടെ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പോലും പലപ്പോഴും മറ്റുള്ള രാജ്യത്തു നിന്ന് വരുന്ന പൈസ കൊണ്ടിട്ടാണ് നമ്മുടെ രാജ്യത്തെല്ലാം വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ വരുന്നത്. അപ്പം ഈ പൈസയുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിനിമയം തന്നെയാണ് നമ്മുടെ രാജ്യത്തെ ബാക്കിയുള്ള എല്ലാ കാര്യത്തിൽ നിന്നും മുന്നോട്ട് നയിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഈ പൈസയുടെ മൂല്യം നിശ്ചയിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതായത് ഓരോ ബഡ്ജറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ടൂറിസത്തിന് വേണ്ടിയിട്ട് എത്ര കോടികളാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തിലേക്ക് പൈസ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന്റെ പൈസയുടെ മൂല്യം കൂടുകയുള്ളൂ. അപ്പോൾ പൈസയുടെ മൂല്യം കൂടിയെങ്കിൽ മാത്രമേ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾക്ക് വില കുറയുകയുള്ളൂ. ഈ ഇൻഫ്ലേഷൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് മറ്റുള്ള രാജ്യത്തെ ആളുകളെ നമ്മുടെ രാജ്യത്തേക്ക് ആകർഷിക്കണം. അപ്പോൾ ഏറ്റവും നല്ലൊരു ബിസിനസ് എന്ന് പറയുന്നത് ഈ വിദേശ സഞ്ചാരികൾ ടൂറിസത്തിനായിട്ട് നമ്മുടെ രാജ്യത്തിലേക്ക് വരുന്നതാണ്. അപ്പം ടൂറിസം എന്ന് പറയുന്ന മേഖല വലിയ രീതിയിലുള്ള ഒരു ബിസിനസ് മേഖല തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നും വരുന്ന പൈസ, നമ്മുടെ രാജ്യത്തിലേക്ക് ഒഴുകുന്ന പൈസ എന്ന് പറയുന്നത് അതും വലിയൊരു തുകയാണ്. അപ്പം വിദേശ രാജ്യത്തു നിന്നും ഒരാൾ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന ഒരു തുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അത് വലിയൊരു തുക തന്നെയാണ്. വർഷം മുമ്പ് ഗോവയിൽ നിന്നൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു വിദേശ വനിതയെ ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിച്ച് അവരെ ബീച്ചിൽ കൊല്ലപ്പെട്ട രീതിയിൽ കണ്ടെത്തിയ ഒരു സംഭവം. അന്ന് നമ്മുടെ ഭാരതത്തിന് തന്നെ അപമാനകരമായി എത്രയോ വിദേശ സഞ്ചാരികളാണ് അല്ലെങ്കിൽ വിദേശ വനിതകൾ, വിദേശത്തു നിന്നുള്ള ആൾക്കാരാണ് ഇതിനെതിരെ പ്രതികരിച്ചത്. അല്ലെങ്കിൽ അവരുടെ ഫാമിലി നാട്ടിൽ വന്ന കേസ് നടത്താനാണെങ്കിലും
അവരന്ന് ഭാരതത്തിന് നമ്മുടെ ഇന്ത്യയെ നല്ല രീതിയിൽ പറയുന്നുണ്ട്. കാരണം ഇത്രയും സേഫ് അല്ലാത്തൊരു സ്ഥലമാണോ ഇത്, അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യത്ത് ഇത് സംഭവിക്കില്ല എന്ന രീതിയിൽ നമ്മുടെ ഭാരതത്തിന് അപമാനകരമായിട്ടുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇതേപോലെ ഒരു വിദേശ വനിതയെ അവർക്ക് എന്തോ ലോൺലിനെസ് എന്തൊക്കെയോ മാനസികപരമായിട്ടുള്ള പ്രശ്നമുള്ള ഒരു വിദേശ വനിതയായിരുന്നു. അവര് പക്ഷെ ഫാമിലി ആയിട്ട് വന്നതാണ് നമ്മുടെ കേരളത്തിൽ. അവിടെ രാവിലെ ആരും അറിയാതെ ഓട്ടോയിൽ ബീച്ചിലേക്ക് പോയതാണ്. ഒരു മലയാളി അവർക്ക് ലഹരി കൊടുത്തിട്ട് അവരെ ക്രൂരമായി പീഡിപ്പിച്ചിട്ട് അവരുടെ കഴുത്തെല്ലാം വേറെ ആയിട്ട് ഒരു കാട്ടിൽ നിന്നാണ് അവരെ കണ്ടെത്തുന്നത്. ഇതേപോലെ അപ്പൊ നമ്മൾ ഗോവയിലെ കാര്യം പറയുമ്പോൾ ഗോവയിലല്ലേ, ഗോവയിൽ അത്രത്തോളം പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണെന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ടൂറിസത്തിൽ നിന്ന് ഇത്രത്തോളം വരുമാനം കിട്ടുന്ന നമ്മുടെ ഭാരതത്തിന് എന്തുകൊണ്ട് ഇത്രയും സേഫ് ആസ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വീണ്ടും ഓരോ വർഷം കഴിയുമ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത്? തീർച്ചയായും.